ഫൈറ്റ്സിന്റെ ആക്ച്വൽ റീസൺസ് എന്തെല്ലാമാണ്? നമ്പർ വൺ, പവർ ആൻഡ് കൺട്രോൾ ആണ്. ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ആരുടെ മുൻഗണനകളാണ് പരിഗണിക്കപ്പെടുന്നത് എന്നിങ്ങനെയുള്ള കോൺസ്റ്റന്റ് ചെക്കിംഗ്. നമ്പർ ടു എന്ന് പറയുന്നത് ട്രസ്റ്റ്, കെയർ, ക്ലോസ്നെസ്. എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണല്ലോ അല്ലേ എന്നിങ്ങനെ നമ്മൾ റീഅഷ്യൂർ ചെയ്തുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം വീണ്ടും വീണ്ടും റീഅഷ്യൂർ ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വഴക്കുകളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. നമ്പർ ത്രീ, റെസ്പെക്റ്റും റെക്കഗ്നീഷനുമാണ്. നമ്മളെ ആദരവ് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ബഹുമാനം ലഭിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് എന്നിങ്ങനെ ഓർമ്മിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു കാര്യത്തെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും വഴക്കുകൾക്ക് കാരണമാകാറുണ്ട്. വഴക്കുകളൊക്കെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകാറുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന പല കപ്പിളിന്റെ ഉള്ളിലും വഴക്കുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, അവർക്കിടയിലും വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അവർക്ക് നന്നായി അറിയാം. ഹെൽത്തി ആയ ഒരു രീതിയിൽ റിസോൾവ് ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വഴക്കുകളല്ലേ ബന്ധത്തിന്റെ